ബദിയടുക്ക ഇലക്ട്രിക്കൽ സെക്ഷൻ പരിധിയിലെ പല ഭാഗത്തും ട്രാൻസ്ഫോമറുകളിൽ ഫ്യൂസ് ഇല്ലാത്തത് വൻ അപകട ഭീഷണി ഉയർത്തുന്നു. പുണ്ടൂരിലെയും AP സർക്കിളിലെയും ട്രാൻസ്ഫോമറിൽ നിന്നുള്ള കാഴ്ച ആരെയും ഭീതിയിലാഴ്ത്തും. പരാതി പറഞ്ഞാലും പ്രതിഷേധമറിയിച്ചാലും തങ്ങൾക്ക് പ്രശ്നമില്ലെന്ന പതിവ് നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും KSEB അധികൃതർ. ബദിയടുക്ക ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ്. നാട്ടുകാരുടെ നിരന്തരമായ ആവശ്യപ്രകാരമാണ് ഈ സെക്ഷൻ പരിധിയിലുള്ള AP സർക്കിളിൽ ഞങ്ങളുടെ പ്രതിനിധികൾ എത്തിയത്. എന്നാൽ ഇവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. തിരക്കേറിയ റോഡിനോട് ചേർന്നുള്ള ട്രാൻസ്ഫോമർ ഏതു നിമിഷവും വൻ ദുരന്തത്തിന് വഴിവെച്ചേക്കാവുന്ന വിധത്തിൽ ഫ്യൂസുകളെല്ലാം സോക്കറ്റുകളില്ലാതെ തുറന്നു കിടക്കുന്നു. ദിനവും നിരവധി സ്കൂൾ കുട്ടികളാണ് ഇതുവഴി കടന്നുപോകുന്നത്. അതുകൊണ്ട് തന്നെ സമീപവാസികളെ പോലെ രക്ഷിതാക്കളെല്ലാം ഭീതിയിലാണ്. പല സമയത്തും ഇതിൽ നിന്നും തീ പ്രവഹിക്കുന്നതും പതിവാണ്. മാസങ്ങളായുള്ള ഈ കാഴ്ച പക്ഷേ ബന്ധപ്പെട്ട അധികൃതർക്ക് മാത്രം അവഗണന കാഴ്ചയാകുന്നു. പലതവണ പരാതി അറിയിച്ചിട്ടും ബദിയടുക്ക സെക്ഷൻ ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഇപ്പോഴും ഒഴിഞ്ഞുമാറുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ജമ്പർ തേച്ചും കത്തിയതിനു ശേഷം രണ്ടാമത് വിളിച്ച് പറയുമ്പോൾ ഒരിക്കൽ വന്നിട്ട് നേരാക്കിയിട്ട് പോയി. പീസ് നേരാക്കലോ ഇതാക്കലോ ഒരിക്കൽ ജമ്പ് പറഞ്ഞത് ഒരിക്കൽ ചെയ്തിട്ട് അപ്പോൾ പോകും. ഈ പീസ് നേരാക്കാൻ പറഞ്ഞിട്ട് ഒരു 2-3 മാസമായി ഇതുവരെ നേരെയാക്കിയിട്ടില്ല. അവർ വന്നിട്ട് പറയാം ഇത് ആക്കിത്തരാന്ന് പറയുന്നതിനാൽ നേരെയാക്കുന്നില്ല. ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്കൂള്, BD ബ്രാഞ്ച് ഇതെല്ലാം ഉണ്ട്. ഇവിടെ കുട്ടികൾ ഒരുപാട് പോകുന്ന സ്ഥലമാണ്. ഭയങ്കര കാട് കൊത്തിയില്ല, എന്തും ആക്കുന്നില്ല. വരുന്ന ഒരിക്കൽ പോകുന്നു. പിന്നെ നമുക്ക് വേറെ പറയാം, എത്രയോ പേരാം നമ്മളെ കറണ്ടിന്റെ ബില്ല് വരുന്ന കെട്ടിയിലാണ് അവർ വന്നിട്ട് അപ്പോൾ തന്നെ പീസ് ഒരുക്കൊണ്ട് പോകുന്നത്. കറണ്ട് 10 ദിവസമോ 20 ദിവസമോ ഇല്ലാണ്ട് ഇവിടെ പ്രശ്നമായി അങ്ങനത്തെ നടക്കുന്നില്ല. എന്തു വിളിച്ചാലും ഒരിക്കൽ വരുന്നെന്ന് പറയുന്നത് ആദ്യം വിളിച്ചിട്ട് വെക്കുമ്പോൾ നിങ്ങൾ ആരാന്ന് ചോദിക്കുന്നതല്ലാണ്ട് രണ്ടാമത് വരുന്നില്ല. എന്താ പ്രശ്നമെന്ന് കേട്ടിട്ട് ഫോൺ അവർ കട്ട് ചെയ്യുന്നു. പിന്നെ രണ്ടാമത് വിളിച്ചാൽ എടുക്കുന്നുമില്ല. വന്നാലും അവർക്ക് ഇഷ്ടമുണ്ടാലും വരും, ഇല്ല അങ്ങ് വരില്ല. പരാതിയും പ്രതിഷേധവും അറിയിക്കുമ്പോഴെല്ലാം ഈ ഭാഗത്തെ KSEB കരാർ പ്രവൃത്തികൾ ഏറ്റെടുത്ത് നടത്തുന്ന ആൾക്കാണ് ഉത്തരവാദിത്തമെന്ന് പറഞ്ഞാണ് അധികാരികൾ ഒഴിഞ്ഞുമാറുന്നത്. സ്കൂളും BD കമ്പനിയും ചെറുകിട വ്യവസായ സ്ഥാപനങ്ങളുമെല്ലാം ഉള്ള ഇവിടം ഷോർട്ട് സർക്യൂട്ടും പതിവാണ്. അതിന്റെ സാക്ഷ്യപ്പെടുത്തലായി കത്തിക്കരിഞ്ഞു കിടക്കുന്ന മരം കൊണ്ടുള്ള പഴയ പോസ്റ്റ് ഇന്നും നോക്കുകുത്തിയായി അതേപടി നിൽക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള പ്രദേശമായ പുണ്ടൂരിലെ സ്ഥിതിയും മറിച്ചല്ല. കാര്യമായ ചുറ്റുമതിൽ പോലുമില്ലാത്ത ഇവിടുത്തെ ട്രാൻസ്ഫോമറിലും വൻ അപകടം പതിയിരിക്കുന്നു. ഈ ദൃശ്യങ്ങൾ കണ്ടെങ്കിലും അധികൃതർ വൻ ദുരന്തത്തിന് വഴിവെച്ചേക്കാവുന്ന അപകടാവസ്ഥയ്ക്ക് അറുതി വരുത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് നാട്ടുകാർ. അപകടാവസ്ഥയിലായ ഇത്തരം ട്രാൻസ്ഫോർമറുകളും നന്നാക്കാത്തത് ജീവന് പുല്ലുകല കൽപ്പിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ക്യാമറമാൻ വിനുവിനോടൊപ്പം ഹാരിസ് പുണ്ടൂർ, കാസർഗോഡ് വിഷൻ.